വയറാണെങ്കി വേദനിച്ചിട്ട് വയ്യ. എന്താ ചെയ്യാ? വയറുവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇനി കരവച്ചും വിളി ഒരു മനസ്സമാധാനം തരൂല എനിക്ക്. കാലോടൊക്കെ നല്ല വേദനയാണ്. അല്ലടി, അനക്ക് നേരം പോലത്തേക്ക് ഇവിടെ പണികളൊന്നും ഇല്ലേ? ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കൽ തന്നെ പണിയുള്ളൂ. ഇനിയിപ്പൊ അതൊക്കെ ഞാൻ പോയി ചെയ്യേണ്ടി വരൂലേ? എന്താന്ന് അറിയില്ലമ്മ, നല്ല വയറുവേദന ഉണ്ട്. അപ്പൊ വന്നിരുന്നതാ ഞാന്. ഓ, അനക്ക് മാത്രല്ല ഇപ്പൊ വയറുവേദന ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നതാണ്. പണ്ടാലത്ത് പിന്നെ ആർക്കും വയറുവേദനയും ഉരവേദന ഒന്നും ഉണ്ടായിട്ടില്ല. ചിലക്കാലം വന്നിട്ട് അടുക്കളയിൽ പോയി പണിയെടുക്കടി. ഞാൻ ചെയ്തോളമ്മ. ഞാൻ ചെയ്തോളമ്മ. ഒക്കെ ഇനി ഞാൻ വന്ന് പറഞ്ഞിട്ട് വേണം അവൾക്ക് ചെയ്യാന്. അവളൊന്നോട് മേലെ ഇളകിയിട്ട് ഇങ്ങോട്ട് പണി എടുക്കൂല. ഈ 4 നേരം ഇങ്ങനെ വെട്ടി ഒഴുങ്ങാൻ ഒരു കുഴപ്പമില്ല. നീച്ചിങ്ങോട്ട് വാടി. ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെയാണ് എന്റെ അവസ്ഥ. ഏത് നേരത്തൊന്നും ഇപ്പേക്ക് കേറി വരാൻ തോന്നിയത്. പരന്ന് കിടക്ക ഇവിടെ. എപ്പ നേരാക്കി തീരാനാണോ? ഇമ്മക്കൊന്നും എന്നെ സഹായിച്ചൂല. അതൊന്നും ചെയ്യൂല. ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അല്ലേ, ഈ പെണ്ണിതൊന്നും നേരാക്കിയൊക്കെ അതുപോലെ ഇതൊക്കെ പൊയ്ക്കണത്. അതൊക്കെ തുറന്ന് മലക്കെട്ടിച്ചിങ്ങാട് പൊയ്ക്കണത്. ഇപ്പൊ ഛർദിക്കേ? അത് ശരി, ഇപ്പൊ ഛർദിയൊക്കെയാണ്. അതിനിപ്പൊ ഛർദിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? എന്റെ കുട്ടി ഗൾഫിലല്ലേ, ഓനെന്തേലും പറഞ്ഞ് പറ്റിക്കണ്ടോന്ന് ആർക്കാ അറിയാ? ഇനി വേറെ വല്ല ആൾക്കാരായിട്ട് വല്ല ബന്ധം ഉണ്ടാണാവോ? വിശ്വസിക്കാൻ പറ്റൂല, ഇപ്പത്തെ കാലാണ്. എന്റെ കുട്ടി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഓള് ഇവിടെ തിന്നും കുടിച്ച് കണ്ണി കണ്ട ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും നടക്കുന്നു. അത് ഇതെന്തെങ്കിലും അറിയുന്നുണ്ടാ? ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ജെസിക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഓളെ അഭിപ്രായം എന്താന്നും കൂടി അറിഞ്ഞിട്ട് വേണം ആസ്പത്രിക്ക് കൊണ്ടുപോവാൻ. അല്ല അപ്പൊ ഇതിങ്ങനെ മൂടിയേക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വിട്ടാ ശരിയാവൂല. ഇങ്ങോട്ട് വായച്ചി, ഇങ്ങോട്ട് വായോ. ഛർദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ അറിഞ്ഞ പ്രശ്നക്കാരും. എന്താ ചെയ്യാ? പണിയോട് എടുക്കാതിരിക്കാൻ എനിക്ക് അമ്മ സമ്മതിക്കില്ല. അറിയില്ല. ഛർദിയൊക്കെ കഴിഞ്ഞപ്പോ എന്താ ഛർദിക്കാൻ മാത്രം ഉണ്ടായി? അറിയില്ലമ്മ, എന്താന്നറിയില്ല. ഇന്നലെ തിന്നതൊന്നും വയറ്റി പിടിച്ചിട്ടില്ല തോന്നണ. അതാണ്, ഗ്യാസ് കയറിയതാണ്. പിന്നെ ഞാനൊക്കെ പിന്നെ വേറെ വെച്ചുണ്ടാക്കിയിട്ടാണല്ലോ തിന്നണത്. ഇക്കൊന്നും ഇല്ലല്ലോ ഛർദിയും കേടൊന്നും. അനക്ക് മാത്രം ഇങ്ങനെ ഛർദി വരാനി. ഞാൻ ഒന്നും അറിഞ്ഞില്ലാന്നൊന്നും വിചാരിക്കണ്ട. എല്ലതും മനസ്സിലാവണുണ്ട്. ഞാൻ ഒരു പ്രായമായ ഒരാളല്ലേ വിചാരിച്ചിട്ടേ ഇന്നെ എപ്പോഴും എനിക്ക് പറ്റിക്കാം. പക്ഷേ എപ്പോഴും ഒന്നും പറ്റിക്കാൻ പറ്റൂല. ഒരു ദിവസം എങ്ങനെ ആയാലും കള്ളക്കളിയൊക്കെ പൊളിയും.
ഓ അത് പറഞ്ഞപ്പോളെ നാവ് പൊന്തുന്നില്ലല്ലോ. അപ്പൊ ഉള്ള കാര്യം തന്നെ ഇക്കാരം. ഞാൻ ജെസിക്കൊന്ന് വിളിച്ചോക്കട്ടെ ഞാൻ. കാര്യങ്ങള് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. പെണ്ണത് എവിടെയാണ്? ഹലോ, ഇജെന്താ പെണ്ണെന്ന് നേരം വെളുത്തിട്ട് വിളിക്കൊന്നും ചെയ്യാഞ്ഞി? ഇജ അവിടെ പണിയോട് കൊടുത്ത് ഞാൻ നടന്നോ? അന്റെ നാത്തൂനി നേരെ വെളുത്തേക്ക് തുടങ്ങിയ ഛർദിയും വയറുവേദനയാണ്. ഇക്കറിയില്ലേ, ഇവിടെ എന്നെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ വരലും ഉണ്ട്, വിളിച്ചലും ഉണ്ട്. പിന്നെ ആസ്പത്രിക്കാണ്, മറ്റോടത്തേക്കാണ്, മറിച്ചോടത്തേക്കാണ്. ഓള് നേരം വെളുത്ത ഓള് ഇറങ്ങുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിക്കണോന്ന് ആർക്കറിയാ. എന്റെ കുട്ടിനെ ഓള് പറ്റിക്കാണ് എനിക്ക് തോന്നുന്നത്. എന്താപ്പ ഞമ്മള് കാട്ടുക? അതെന്നെ പറഞ്ഞതേ, വയറ്റി കുടിച്ചാത്ത തിന്നതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ. എന്താ ഞാനിപ്പ അതിനെയല്ല തിന്നിക്കണത്, ഇന്നലെ വെച്ചുണ്ടാക്കിയത്. രാവിലെ ഞാൻ ഓളെ പണിയെടുക്കാൻ വിളിച്ചപ്പോ ഭയങ്കര വയറുവേദന. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഉണ്ട് ഓള് ഛർദിക്കാൻ നിന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഉമ്മ എന്തൊക്കെ ഫോണിൽ കൂടെ വിളിച്ച് പറയണത്? എന്താ ഉമ്മാന്റെ പ്രശ്നം? ഉമ്മ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കണത്? ഒന്ന് ഛർദിച്ചതിനാണ് ഇപ്പൊ ഇതൊക്കെ. ആസ്പത്രിക്കോ? എന്നാ അതന്നെ നല്ലത്. ആസ്പത്രിയിൽ ഒന്ന് കൊണ്ടുപോയൊക്കെ. എന്റെ മനസ്സിലുണ്ട് അത്. ഓള് നമ്മളെ പറ്റിക്കാണോന്ന് അറിയണല്ലോ. കൊറേ ദിവസമായിക്കണം ഞാൻ ഓളെ നോട്ടിട്ടിട്ട്. ഓളെ കണ്ണും മോറൊക്കെ ഒരു ചായ ഉണ്ട്. അപ്പൊ തന്നെ ചെറിയ സംശയം തോന്നിയില്ലേ. പിന്നെ ഈ ഛർദിയും കൂടിയും കണ്ടപ്പോ എനിക്ക് സമാധാനായി. അതന്നെ ഇക്കാരോ. നമ്മളെ വിളിച്ചോക്കട്ടെ. ഓളെ ആസ്പത്രിക്ക് പോരൂലെന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാം. ഒന്ന് ഛർദിച്ചേന് ഉമ്മ അതൊക്കെ വിളിച്ച് പറയണത്. ഉമ്മാന്റെ മനസ്സിൽ എന്താണ്? ഞാൻ ഇക്കാനെ ചതിക്കാണെന്നേറ്റാണോ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊക്കെ പറയണ്ടല്ലോ. ഇതിനൊക്കെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോണ്? എന്തായാലും ഞാൻ അനക്ക് വിളിക്കാം. പോയി വന്നിട്ടേ. ശരി എന്നാ ശരി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ പോളെ. പിന്നെ ഞാൻ എന്നെ കാണണം വിചാരിച്ചിട്ട് നിക്കേന്ന്. ഇജ്ജ് മാറ്റൂടെ, ആസ്പത്രിക്ക് പോവാ. എന്തിന്? അത് കൊഴപ്പില്ലമ്മ, അത് മാറിയിക്കണ്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പൊ ഡോക്ടറെ കാണിക്കണമെന്നൊന്നുമില്ല. അത് ഇജ്ജല്ല തീരുമാനിച്ചാന്, ഞാനാണ് തീരുമാനിച്ചാന്. ഇന്റെ പിന്നാലെ നിക്കണോടത്തോളം കാലം ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് നിക്കണം. ഞാൻ പോയി മാറ്റൂടെ, ആസ്പത്രിക്ക് എന്തായാലും പോണം. എന്തൊക്കെയമ്മ നിങ്ങൾ ഈ പറയണത്? എന്ത് നിങ്ങളെ മനസ്സിലുള്ളത് അതൊന്നും ഇങ്ങോട്ട് തുറന്ന് പറയോ? നിങ്ങൾ കുറെ ദിവസമായല്ലോ എന്റെ പിന്നാലെ ഞാൻ നടക്കല് തുടങ്ങിയിട്ട്. ഞാൻ ആരോടേലും സംസാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊറിയറായിട്ട് വന്നാലോ വേറെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സംശയമാണല്ലോ എന്നെ. ഞാൻ എന്താ ഇക്കാനെ ചതിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ എന്താ? ഇക്കറിയാം എന്താണ് ഏതാണ് എന്നൊക്കെ. പിന്നെ അതൊന്നും ഉറപ്പിക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും തന്നെയാണ്. കണ്ണി കണ്ട ആണുങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോന്ന് ആരറിഞ്ഞി? ഇമ്മ എന്തൊക്കെ ഇമ്മ നിങ്ങൾ ഈ പറയണത്? ഇക്ക ഇന്നലെ ഗൾഫ് പോക്ക് തുടങ്ങിയത്. ഇങ്ങക്കപ്പൊ എന്നെ സംശയാണല്ലേ? ഞാൻ വേറെ ഡോക്ടറെ എടുത്തേക്ക്. അപ്പൊ അറിയാലോ എന്താ കാര്യം എന്നുള്ളതൊക്കെ. വരുന്ന ഇജങ്ങനെ പുണ്യാൾക്കി ആവൊന്നും വേണ്ട. ഇക്ക എന്നെ പറ്റിട്ട് നന്നായിട്ട് അറിയാം. എന്റെ മകൻ കൊല്ലം കുറെ ആയി ഗൾഫിൽ നിക്കൽ തുടങ്ങിയിട്ട്. ഇജും കൊല്ലം കുറെ ആയി ഒറ്റക്കൊക്കെ ഇങ്ങനെ തണ്ടലും തുടങ്ങിയിട്ട്. ഞാൻ എന്തേലും ചോദിച്ചാ ഇജ്ജ് പറഞ്ഞ അവിടേക്കാണ്, ഞാൻ ഇന്റെ പെരേക്കാണ്. മക്കളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ സുഖായേ. ഇതുവേ മാറ്റൂട്, ഞാൻ വരാം. ചെല്ലാണ്ട്.
ഓളെന്താ വിചാരിച്ചേ? എന്നോട് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കുന്നോ? അതിന് കുറച്ചേ പണി ഉണ്ടാവും. ഇത് നേബീസ എന്ന ആള് നമുക്ക് ഇന്ന ശരിക്കും അറിയില്ല. എന്തായാലും മുന്നിൽ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പഠിച്ചോനെ, ആസ്പത്രിയിൽ പോകണ്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായത് ഞാൻ എന്തൊക്കെയാ നിന്നെ പറയാനൊന്നും കണക്കില്ല. എന്തമ്മ സമാധാനായില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്റെ മാപ്പിള ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വേറൊരു ബന്ധമായിട്ട് നടക്കാണെന്നോ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അമ്മ. ചിലപ്പോ നിങ്ങളെ മോളത് ചെയ്തോണ്ടിരിക്കണ്ടാവും, അതേ കാര്യങ്ങൾ അതിന്റെ മേത്ത് കിട്ടിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യണവർക്ക് പെട്ടെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും നിന്റെ പെരേക്ക് പോവാണ്. ഇക്ക വരാതെ നീ അങ്ങണ്ടില്ല. ഇക്ക വന്നിട്ട് നീ തീരുമാനിക്കട്ടെ. എന്തായാലും ഞാൻ ഇല്ലമ്മ. ഞാൻ ഇന്നും ഇന്നലും തുടങ്ങിയതൊന്നല്ല നിങ്ങളെ ഇത് സൈക്കിള്. പീരിയഡ്സ് ആണ് പോലും നിങ്ങളോട് പറയാൻ പേടിയാണ്. എന്തുകൊണ്ടാന്നറിയോ? നിങ്ങളപ്പ പറയും അനക്ക് മാത്രല്ലേ പീരിയഡ്സ് ഉണ്ടായിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ പറയണെന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത്. പിന്നെ ഛർദിച്ചത് ഡോക്ടർ പറഞ്ഞില്ലേ, പീരിയഡ്സ് ആവുമ്പോ പല പെണ്ണുങ്ങൾക്കും പല അസുഖങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. എനിക്ക് വയറുവേദന ഛർദിക്ക് ഉണ്ടാവലേ ഇല്ല, പക്ഷെ ഇന്ന് എന്താന്ന് അറിയില്ല ഛർദി ഉണ്ടായി. എന്നൊരുപോലെ ആവൂലല്ലോ. അതിന് ഈ ഉമ്മയും ഉമ്മാനും മോളും കൂടി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ ഞാനും വേറെ ഒരാളും കൂടി ബന്ധാണ്. ഉമ്മ ഫോൺ വിളിക്കണൊക്കെ ഞാൻ കേട്ടിക്കണ്. പിന്നെ ഞാൻ മിണ്ടാതെ നടന്നത് അത് മാറ്റിക്കോളും വിചാരിച്ചിട്ട്. എന്തായാലും ഞാൻ അവിടെ പോവാണ്. ഞാൻ ഇക്കാനോട് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നോളി. മോളെ ഞാന് ഒന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. സാരില്ല, അമ്മ ഇന്നത് വരെ മോളെന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. എടി പൊടി ഇതൊക്കെ തന്നെയല്ലേ വിളിക്കലുള്ളൂ ഉമ്മ. അങ്ങനെ തന്നെ വിളിച്ചാ മതി എന്നെ. എന്തായാലും ഞാൻ പോവാ. ഇനി ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കൂല. സഹിക്കണേന് ഒരു പരിധി ഉണ്ട്. എടി പഠിച്ചോനെ, ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഇനിയിപ്പം ഇവിടെ നിക്കണ്ടി വരൂല. ഓളോളെ പെരേക്കും പോയി. ഇപ്പൊ ഞാൻ ഒറ്റക്കന്നെ ഈ പെരന്റെ ഉള്ളത്തെ പണികളൊക്കെ എടുക്കും വേണല്ലോ. ഓ, ഈ പെണ്ണിനിപ്പൊ എന്തിനാ ഈ നേരത്തെ വിളിച്ചത്? ഹലോ. പോയി എന്ന് ഓൾക്ക് പീരിയഡ്സ് ആയതാത്ര. ഡോക്ടർ കൊറേ ചീത്തയും പറഞ്ഞിപ്പോ ഓളെ തൊള്ളേ കിടക്കണത് കൊറേയും കേട്ടിട്ടാ ഞാനീ ഇരിക്കണത്. ഓളെ പെരേക്ക് പോയി. ഓളിഞ്ഞി ഇവിടെ നിക്കണില്ല അത്ര. ഞാൻ വന്നിട്ട് അത്ര വരുള്ളൂ. ഞാൻ വിളിച്ചിട്ട് ഇനി എന്തൊക്കെ എന്നെ പറയാന്ന് പഠിച്ചോനിക്കറിയാം. ഒരു കുട്ടികളും കൂടി ഇല്ലാതെ ഇത്രയും കാലം ഓള് ഇവിടെ നിന്നതല്ലേ നീക്കാരം ഓൻ പറയുണ്ടാവുക. ഇനി അത് കേക്കാനേക്കാരം എന്റെ വിധി. ഇജ്ജിന്ന് വൈകുന്നേരത്തിന് ഇങ്ങോട്ട് വരുവോ? ഞാൻ ഒറ്റക്കുള്ളൂ ഇവിടെ. അത് ശരി. ഇപ്പൊ എല്ലാരും കൂട്ട് നിന്നിട്ട് ഇജ്ജും ഇന്നപ്പൊ ഒറ്റക്കാക്കുക. ഒക്കെ ആരും വേണ്ടടി, ഞാൻ ഒറ്റക്ക് നിന്നോണ്ട്. ഇജ്ജൊന്നും ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. നമുക്ക് ഓരോ ആവശ്യത്തിന് ഉമ്മ വേണല്ലോ. ഉമ്മ വിളിച്ചുമ്പോ നമുക്ക് വരാനൊന്നും ഒഴിവില്ല. ഇജ്ജ് വെച്ച് പോയിക്കാ ചവിടുന്നു. എന്നോട് ഇനി വർത്താനം പറയാനൊന്നും വെച്ച. റബ്ബേ, എന്തൊക്കെയാണാവോ ഇനി ഉണ്ടാവുക അറിയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞോളെ പെരയിലായിട്ട് പോയി നിക്കണോ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്.
പെണ്ണിനാണെങ്കി ഇങ്ങോട്ട് വരാനും വെച്ച ഓൻ എന്തേലും പറഞ്ഞാലോന്ന് പേടിച്ചിട്ടാണ് ഓളും വരാത്തത്. എന്തൊക്കെ ഇനി ഉണ്ടാവുകയാണ് ഓളെ പെരക്കാരിഞ്ഞ് എന്തൊക്കെയാണ് അവനെ വിളിച്ച് പറയാ. എല്ലാ വണ്ടി വലി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച് ഞാൻ വിചാരിച്ചു ഓള് കളി കണ്ട ആണുങ്ങളൊപ്പം ഉണ്ടായിട്ട് പള്ളേലുണ്ടായതേക്കാരെന്ന്. അപ്പൊ അതല്ലാന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പൊ ആകെ വേചാറായത്.